നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് അടച്ചിട്ട് വീട് കുത്തിത്തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ അക്ബറും കുടുംബവും പുറത്തു പോയിരുന്നു. രാത്രി 8:30 തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുൻവശത്തെ വാതിൽ തകർത്ത മോഷ്ടാക്കൾ അകത്ത് കയറി അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും, ആധാർ കാർഡ്, RC ബുക്ക് എന്നിവ ഉൾപ്പെടെയാണ് കൊണ്ടുപോയത്. അക്ബർ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിലെ അലമാരകളിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. പുറകുവശത്തെ ഗ്രില്ലും തകർത്താണ് മോഷ്ടാക്കൾ പോയിട്ടുള്ളത്. സംഭവത്തിൽ CCTV ക്യാമറകൾ നിരീക്ഷിച്ച് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. രാവിലെ 7 മുതലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചത്. 6:30 കിഴക്കേ നടയിലെ ഭഗവതി അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരം ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് ഇതിനകം തന്നെ പൂർത്തിയായതായി ദേവസ്വം അധികൃതർ അറിയിച്ചു. അടുത്ത മാസത്തേക്കുള്ള ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഓൺലൈനിൽ ബുക്ക് ചെയ്തെത്തുന്ന ഭക്തർക്കായി പ്രത്യേക വരി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബുക്കിംഗ് രസീതിയും ആധാർ കാർഡും സഹിതം ദർശന സമയത്തിന് കുറഞ്ഞത് അരമണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. കിഴക്കേ നടയിലെ നിലവിലെ വരിയുടെ വടക്കേ അറ്റത്താണ് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള പ്രത്യേക പ്രവേശന വരി ഒരുക്കിയിട്ടുള്ളത്. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചവരെ ഓരോ മണിക്കൂറിലും വൈകിട്ട് 4 മുതൽ 5 വരെ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ലഭ്യമാകും. ഭക്തരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുകയും ദർശനം കൂടുതൽ ക്രമബദ്ധമാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ സംവിധാനം നടപ്പിലാക്കിയത്. സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നും എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും മക്കളെ വിടില്ല. ബസ് വന്നാൽ പൈസ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പരാമർശത്തിനെതിരെ CPM നേതാവ് PK ശ്രീമതി രംഗത്തെത്തി. സംസ്ഥാനത്ത് നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇതുപ്രകാരം നാളെ 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ രാത്രിയോടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മാറ്റം വരുത്തിയത്. നേരത്തെ നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പുതിയ അറിയിപ്പ് പ്രകാരം 12 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ AU ഉണ്ണിമായിയെ CPIM ആദരിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉപഹാരം നൽകി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, KB ജയൻ, ബ്രാഞ്ച് സെക്രട്ടറി ദാസൻ വട്ടമാവ് എന്നിവർ സംസാരിച്ചു. കടവലൂർ പഞ്ചായത്തിലെ വട്ടമാവ് അച്ചോത്തുപടി ഉണ്ണിമോൻ കമലം ദമ്പതികളുടെ മകളാണ് ഉണ്ണിമായ. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭയിൽ ഇത്തവണ ശ്രദ്ധേയമായത് പ്രായവും ശാരീരിക പരിമിതികളും മറികടന്ന പൊതുജീവിതത്തിൽ സജീവമായി പങ്കെടുത്ത 2 വ്യക്തികളുടെ സാന്നിധ്യമാണ്. 95-ാം വയസ്സിലും ഗ്രാമസഭയിലെത്തി മാതൃകയായ അമ്മുഅമ്മയും കാഴ്ചപരിമിതിയെ അതിജീവിച്ച് പങ്കെടുത്ത തബലിസ്റ്റ് മുകുന്ദനും ജനാധിപത്യ പങ്കാളിത്തത്തിന്റെ മികച്ച സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത്. ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി ജനങ്ങളുടെ പങ്കാളിത്തത്തിലാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് ഗ്രാമസഭ. 95-ാം വയസ്സിലും ഗ്രാമസഭയിലെത്തി മാതൃകയായത് കവുക്കോട് കണ്ടത്തുവളപ്പിൽ അമ്മുഅമ്മയാണ്. അതേസമയം കാഴ്ചപരിമിതിയെ അതിജീവിച്ച് ഗ്രാമസഭയിലെത്തിയ കവുക്കോട് കൊല്ലഴിപ്പറമ്പിൽ പ്രഗത്ഭ തബലിസ്റ്റ് മുകുന്ദന്റെ സാന്നിധ്യവും ഗ്രാമസഭയ്ക്ക് വേറിട്ട മുഖം നൽകി. കവുക്കോട് മദ്രസയിൽ ചേർന്ന ഗ്രാമസഭയ്ക്ക് മുമ്പ് വാർഡംഗം A വിജയൻ നേരിട്ട് വീട്ടിലെത്തി നോട്ടീസ് കൈമാറിയപ്പോഴേ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അമ്മുഅമ്മ ഉറപ്പു നൽകിയിരുന്നു. മൂത്തമകൻ ബാലകൃഷ്ണനൊപ്പം തറവാട്ട് വീട്ടിൽ താമസിക്കുന്ന അമ്മുഅമ്മ പറഞ്ഞ വാക്ക് പാലിച്ച് ഗ്രാമസഭയിലെത്തിയപ്പോൾ നാട്ടുകാർ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്.
കർഷക കൂടിയായ അമ്മു വർഷങ്ങളായി ഗ്രാമസഭകളിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ഇത്തവണ ലഭിച്ച ആദരവിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ചു. അതേസമയം ശാരീരിക പരിമിതികളെ ആത്മവിശ്വാസവും കലാപ്രതിഭയും കൊണ്ട് അതിജീവിച്ച ഗ്രാമസഭയിലെത്തിയ തബലിസ്റ്റ് മുകുന്ദനും സമൂഹത്തിന് വലിയ പ്രചോദനമാണെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യബോധത്തെയും പൊതുകാര്യങ്ങളോടുള്ള പ്രതിബദ്ധതയെയും മാനിച്ച് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിയും ജില്ലാ പഞ്ചായത്ത് അംഗം കെ സുധീഷ് കുമാറും ചേർന്ന് അമ്മയെയും മുകുന്ദനെയും പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമസഭയിലെ അംഗത്വം കുറയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും വയസ്സായവരും അതുപോലെ അംഗപരിമിതി ഉള്ളവരൊക്കെ ഗ്രാമസഭയിലേക്ക് വന്ന് ഗ്രാമസഭയുടെ കാര്യങ്ങൾക്കൊക്കെ പിന്തുണ നൽകുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമായിരുന്നു അന്ന്. ഞങ്ങൾ എല്ലാവരും കൂടി അവരെ ആദരിച്ചു. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കേരള മഹിളാ സംഘം വടക്കേക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ രാജൻ ഉദ്ഘാടനം ചെയ്തു. സിന്ധു മനോജ് അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി പ്രസീത അർജുനൻ, CPI ലോക്കൽ സെക്രട്ടറി സുധീഷ് അമരായിൽ, അംഗങ്ങളായ വിയൂർ റഹീം, ബിജു കണ്ടപുള്ളി, KM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി സുബിത സുധീഷ്, ജോയിന്റ് സെക്രട്ടറി സിന്ധു മനോജ്, പ്രസിഡന്റ് പ്രസിത ബിജു, വൈസ് പ്രസിഡന്റ് ദിവ്യ ധനീഷ് തുടങ്ങി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ചരമം. BJP വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീഷ് പമ്പറമ്പലിന്റെ മാതാവ് അംബിക നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 നടത്തും. സുരേന്ദ്രൻ ഭർത്താവാണ്. കുന്നംകുളം തെക്കേ അങ്ങാടി വാഴപ്പുള്ളി കൊച്ചുണ്ണി മകൻ ജോസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. കൊച്ചന്റെ ഭാര്യയും പിങ്കി, പ്രിൻസി, പിന്റു എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.